So let us discuss fourth question. What are the laws in the Indian legal system? So Indian legal സിസ്റ്റത്തിലുള്ള ലോസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ലോസ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം? ഇപ്പോൾ പറഞ്ഞോ, ദ ലോസ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം കുഡ് ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അപ്പം വിച്ച് ആർ ദ ലോസ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം എന്ന് എന്തുകൊണ്ടോ പറയുന്നത്? വിച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കിങ്ങനെ ഓപ്ഷൻ തരും. അപ്പോഴാണ് നമ്മൾ വിച്ച് ഈസ് ദി ലോങ്ങസ്റ്റ് ഇത് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓപ്ഷൻസ് തരികയാണെങ്കിൽ മാത്രമേ വിച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വോട്ട് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വോട്ട് ജനറലി ഉള്ള കാര്യം നമ്മൾ ചോദിക്കുകയാണെങ്കിലാണ് വോട്ട് യൂസ് ചെയ്യുക. അപ്പോൾ വാട്ട് ആർ ദ ലോസ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം? അപ്പോൾ ഏതൊക്കെയാണ് ലോസ്? ഇന്ത്യൻ ലീഗൽ സിസ്റ്റത്തിലുള്ള ലോസ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ വാല്യൂവറെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കുഞ്ഞു സെൻറ്റൻസും കൂടി ആഡ് ചെയ്യുക. ദ ലോസ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം കുഡ് ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഫസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യുക? ഈ കുഞ്ഞി മൈൻഡ് മാപ്പ് ഒന്ന് വരച്ചേക്കുക. അപ്പോൾ എന്തായാലും ആൾ വീഴും. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ലോസ്. എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഈ സ്കാൻ ചെയ്തിട്ടാണ് ഇത് നിങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ ഈ ബുക്ക്ലെറ്റ് ഉണ്ടാവുമല്ലോ, ബുക്ക്ലെറ്റിലാണല്ലോ എക്സാം എഴുതുക. അതും ഇതേപോലെ തന്നെ സ്കാൻ ചെയ്തിട്ടായിരിക്കും വാല്യൂർ നോക്കുന്നുണ്ടായിരിക്കുക. അല്ലാണ്ട് സ്കാൻ ചെയ്തിട്ട് വാല്യൂർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അവരെന്ത് ചെയ്യുകയാണ്? അവർ ഫോണിലൂടെയോ അല്ലെങ്കിൽ ലാപ്പിലൂടെയോ അല്ലെങ്കിൽ ഐപാഡിലൂടെയോ ഒക്കെ അവരെന്ത് ചെയ്യും? ഈ ഡിജിറ്റലി തന്നെയാണ് കറക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇതുപോലെ വരിക. അപ്പോൾ ഈ ഒരു മൈൻഡ് മാപ്പ് ഇതിൻ്റെ ഇടയിൽ കാണുമ്പോൾ എന്ത് ഭംഗിയുണ്ട് ഇല്ലേ? അപ്പോൾ കുറച്ചും കൂടി കാണുന്നവർക്കൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, റൈറ്റ്? സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആവും വരിക. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മളും ശ്രദ്ധിക്കണം അങ്ങനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് ലോസ് ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ് ലോസ്, ഒന്ന് ക്രിമിനൽ ലോയിൽ ഫസ്റ്റത്തേൽ ഞാൻ മേർഡറിൻ്റെ കാര്യം പറയാൻ മറന്നു. എല്ലാ ക്രൈമുകളും ആണ് അതിൽ വരിക അല്ലേ? അപ്പോൾ മർഡർ, തെഫ്റ്റ്, റേപ്പ് ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരിക. ഓക്കെ, അപ്പോൾ പിന്നത്താണ് സിവിൽ ലോ, കോമൺ ലോ, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. വളരെ നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഫസ്റ്റത്തത് കമ്മിങ് ടു, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ. ദ ലോസ് ഇൻ ദ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം കുഡ് ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തത് ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ക്രിമിനൽ ലോ ഈസ് കൺസേൺഡ് വിത്ത് എന്തിനെ പറ്റിയാണ് ക്രിമിനൽ ലോ കൺസേൺ ആവുന്നത്? എന്തിനെ പറ്റിയാണ് ക്രിമിനൽ ലോ മൊത്തത്തിൽ പറയുന്നത്? കൺസേൺഡ് വിത്ത് ലോസ് പെർട്ടൈനിങ് ടു ദ വയലേഷൻസ് ഓഫ് ദ റൂൾ ഓഫ് ദ ലോ. അപ്പം ലോസ് പെർട്ടൈനിങ് ടു ദ വയലേഷൻസ് ഓഫ് ദ റൂൾ ഓഫ് ദ ലോ, അതായത് ശരിക്കും നിയമം ഉണ്ടാവുമല്ലോ, അതിനെ ശരിക്കും വയലേറ്റ് ചെയ്യില്ലേ? അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലോസാണ് ഈ ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അതായത് ശരിക്കുള്ള മെയിൻ ലോനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പണിഷ്മെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ലോ ഇറക്കൂലേ, അതാണ് ഈ ക്രിമിനൽ ലോ. ഓർ എന്താണ് വയലേഷൻസ് ഓഫ് ദ റൂൾ ഓഫ് ദ ലോ എന്ന് പറയുന്നതിൻ്റെ അതിന് തന്നെയാണ് സിമ്പിളായിട്ടൊരു വേർഡിൽ നമുക്കത് പറയാൻ പറ്റും. പബ്ലിക് റോങ്സ് എന്നാണ് പറയുക. അതായത് ആൾക്കാരെ എന്ത് ചെയ്യാണ്? ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? അതാണ് പബ്ലിക് റോങ്സ്. പബ്ലിക്കിനെ ലൈൻ ബൈ ലൈൻ പഠിക്കാം. ക്രിമിനൽ ലോ ഈസ് കൺസേൺഡ് വിത്ത് എന്തൊക്കെയാണ്? ലോസ് പെർട്ടൈനിങ് ടു ദ വയലേഷൻസ് ഓഫ് ദ റൂൾ ഓഫ് ദ ലോനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ക്രിമിനൽ ലോ ഈസ് കൺസേൺഡ് വിത്ത് ലോസ് പെർട്ടൈനിങ് ടു ദ എന്താണ്? ലോസ് ആണ് കേട്ടോ, നിയമങ്ങളാണ്. പെർട്ടൈനിങ് ടു ദ വയലേഷൻസ് ഓഫ് ദ റൂൾ ഓഫ് ദ ലോ ഓർ പബ്ലിക് റോങ്സ് ആൻഡ് ദ പണിഷ്മെൻറ്റ് ഓഫ് ദ സെയിം. ആൻഡ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണിഷ്മെൻറ്റ് കൊടുക്കും എന്നുള്ളതാണ് മെയിൻ. ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് ഓഫ് ദ സെയിം. സോ വാട്ട് ഈസ് ക്രിമിനൽ ലോ? ക്രിമിനൽ ലോ ഈസ് കൺസേൺഡ് വിത്ത് laws pertaining to the violations of the rule of the law or public wrongs and
പണിഷ്മെൻറ്റ് ഓഫ് ദ സെയിം, പണിഷ്മെൻറ്റ് ഓഫ് ദ സെയിം. ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ അവിടെ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഫ്രേസാണ് പണിഷ്മെൻറ്റ് ഓഫ് ദ പണിഷ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിത് കാണാണ്ടൊന്ന് പറഞ്ഞിട്ട്, ക്രിമിനൽ ലോ ഈസ് കൺസേൺഡ് വിത്ത് ദ violations. Criminal law is concerned with the laws pertaining to the violations of the rule of the law or public wrongs, and the punishment of the same. ഓക്കെ, അപ്പോൾ എന്താ കൺസേൺ ചെയ്യുന്നത്? ലോസാണ് കൺസേൺ ചെയ്യുന്നത്. ലോസിനെ പറ്റിയാണ്. എന്ത് ലോസാണ്? പെർട്ടൈനിങ് ടു ദ വൈൽ. ലുക്ക് അറ്റ് ദി സെക്കൻഡ് പോയിന്റ്. ക്രിമിനൽ ലോ ഈസ് ഗവേൺഡ് അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് 1860. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞേ, ഈ ഒരു ലോനെ, ക്രിമിനൽ ലോനെ ആരാണ് ഭരിക്കുന്നത് എന്നറിയോ? ഗവേൺ ചെയ്യുന്നത് ഇന്ത്യൻ പീനൽ കോഡ് 1860 ആണ്. ആൻഡ് ദ കോഡ് ഓഫ് ദ ക്രിമിനൽ പ്രൊസീജിയർ 1973. ഷോർട്ടാക്കി എഴുതുമ്പോൾ CRPC എന്നാണ് പറയുക. ആദ്യം ക്രിമിനൽ എന്നുള്ളത് ആദ്യം എഴുതണം. ക്രിമിനൽ എന്നുള്ളത് ആദ്യം എഴുതണം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നാണ് എഴുതുക. ഓക്കെ, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇതാണ് ഇത് ഗവേൺ ചെയ്യുന്നത്. എന്തിനെ? ക്രിമിനൽ ലോനെ ഗവേൺ ചെയ്യുന്നത് കോഡുകളാണ്. ഈ രണ്ട് കോഡുകളാണ് ഗവേൺ ചെയ്യുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് IPC ആണ്. അത് 1860 എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് വന്നാണ്. നമുക്ക് 1947 ഇൻഡിപെൻഡൻസ് കിട്ടിയത്. അപ്പോൾ അതിന് മുമ്പാണ് ഇത് വന്നിട്ടുള്ളത്. ആൻഡ് ദ കോഡ് ഓഫ് ദ ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുമ്പോൾ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്ന് പറയും. പക്ഷേ ആ ഷോർട്ട് ഫോമിൽ അബ്രീവിയേറ്റ് ചെയ്ത് എഴുതുമ്പോൾ CRPC എന്നാണ് ഇത്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അത് 1973, അതായത് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതായത് ഇതിൻ്റെ പേര് ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ളത് പണ്ടനെയുള്ള പേരാണ്. പക്ഷെ അതിപ്പോൾ മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അത് 2024 ജൂലൈ 1 അങ്ങനെ ഇഫക്റ്റിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ സിലബസിൽ അത് ചേഞ്ച് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചേഞ്ച് ചെയ്ത് എഴുതാൻ പാടില്ല. അങ്ങനെയാണ് എനിക്ക് ഇതുവരെയുള്ള അറിവ് കിട്ടിയത്. നമ്മളെ സിലബസിൽ ആ ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ ഇതന്നെ പഠിച്ചാൽ മതി. ഫോർ ദ അവയർനെസ് ഞാനതൊന്ന് കാണിച്ചു തരാം. ഞാൻ സൈലത്തിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ അബൂബക്കർ സാറിനോട് ചോദിച്ചിട്ട് പറയാം, ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ സിലബസിൽ ആഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ കറക്ഷൻ മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഇതിൽ കണ്ടോ IPC, പിന്നെ കണ്ടോ റീപ്ലേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൻ്റെ കുറച്ച് വലിയ വേർഡാണ്, അത് കിട്ടുന്നില്ല. അതങ്ങനെ ആയിക്കോട്ടെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് നോക്കിയേ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ഗവേൺഡ് അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് 1860 ആൻഡ് ദ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973. ഇനി സിമ്പിളാണ്. ഇന്ത്യൻ പീനൽ കോഡ് 1860 എന്താ പറയുന്നത്? ഇന്ത്യൻ പീനൽ കോഡ് 1860 ഡിഫൈൻസ് ദ ക്രൈം, ഇറ്റ്സ് നേച്ചർ ആൻഡ് പണിഷ്മെൻറ്റ്സ്. അപ്പം ആ ഒരു പീനൽ കോഡിൽ പറയുന്നത്, കോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ എഴുതി ഉണ്ടാക്കിയ സംഭവങ്ങൾ തന്നെയാണ്. സോ ക്രൈം എന്താണ്, കുറ്റം എന്നുള്ളത്, അതിൻ്റെ നേച്ചർ, അതെങ്ങനെയാണ് എന്നുള്ളത്. നേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റുള്ള പ്രീവിയസ്ലി നടന്ന കേസുകൾ പോലെയാണോ എന്നുള്ളതൊക്കെ ഒന്ന് ക്രൈം ബ്രാഞ്ചിനോട് പറഞ്ഞ് CBIക്കാരൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ നേച്ചറൊക്കെ ഒന്ന് അറിഞ്ഞ് എന്നിട്ട് അതിൻ്റേതായ പണിഷ്മെൻറ്റ് ഏതാണെന്നുള്ളത് കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ക്രൈമുകൾ കുറേ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ മർഡർ, റേപ്പ്, തെഫ്റ്റ് അങ്ങനെ പലതരം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതാണ് അതിൻ്റെ നേച്ചർ എന്നുള്ളത് അറിഞ്ഞ് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ, അതാണ് പണിഷ്മെൻറ്റും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കോഡാണ് the Indian Penal Code 1860, which is replaced as Bharatiya Nyaya Sanhita right now. And now നെക്സ്റ്റ് പോയിന്റ് നോക്കിയാൽ വാരിയസ് ദ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973. അപ്പോൾ അതുപോലെ തന്നെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 ഡിഫൈൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നറിയോ? പ്രൊസീജിയറിന് ആ ഒരു പേരിലുള്ളതുപോലെ തന്നെ നടപടിക്രമങ്ങളെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. എക്സ്ഹോസ്റ്റീവ് പ്രൊസീജിയർ, ചെറിയ പ്രൊസീജിയർ ഒന്നല്ല, എക്സ്ഹോസ്റ്റീവാണ്.
അത്രയ്ക്കും കഠിനമായിട്ടുള്ള പ്രൊസീജിയറാണ് ഫോർ എക്സിക്യൂട്ടിങ് ദ പണിഷ്മെൻറ്റ്സ് ഓഫ് ദ ക്രൈംസ്. ഈ ക്രൈംസിൻ്റെ പണിഷ്മെൻറ്റ് ഉണ്ടാവില്ല. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പണിഷ് ചെയ്യുക, ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എക്സിക്യൂട്ടിങ് ദ പണിഷ്മെൻറ്റ് ഓഫ് ദ ക്രൈംസ്. അപ്പം അതും കൂടിയാണ് എന്തുള്ളത്, ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഡിഫൈൻ ചെയ്യുന്നത്. എക്സ്ഹോസ്റ്റീവ് പ്രൊസീജിയർ ഫോർ എക്സിക്യൂട്ടിങ് ദ പണിഷ്മെൻറ്റ് ഓഫ് ദ ക്രൈംസ് ആണ്. അതായത് അത്രയും എക്സ്ഹോസ്റ്റീവ് ആയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇന്ത്യന് വേണ്ടിയിട്ട് ഫോർ എക്സിക്യൂട്ടിങ് ദ പണിഷ്മെൻറ്റ് ഓഫ് ദ ക്രൈംസ്. അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത്, whereas the Criminal Procedure Code in 1973 defines the exhaustive procedure, വെറും പ്രൊസീജിയർ അല്ല, എക്സ്ഹോസ്റ്റീവ് പ്രൊസീജിയർ ഫോർ എക്സിക്യൂട്ടിങ് ദ പണിഷ്മെൻറ്റ്സ് ഓഫ് ദ ക്രൈംസ്. പണിഷ്മെൻറ്റ് ഓഫ് എന്തിനുള്ള ശിക്ഷയാണ്, ഓഫ് ദ ക്രൈംസ്, പണിഷ്മെൻറ്റ് ഓഫ് ദ ക്രൈംസ് ഫോർ എക്സിക്യൂട്ടിങ് ദ പണിഷ്മെൻറ്റ്സ് ഓഫ് ദ ക്രൈംസ്. ഇനി കുറച്ചും കൂടെ ഒരു പോയിൻറ്റും കൂടെ ഉള്ള കഴിഞ്ഞു കത്തിക്കൽ. മർഡർ, റേപ്പ്, തെഫ്റ്റ്, ചീറ്റിംഗ് ആൻഡ് അസോൾട്ട്. അപ്പോൾ എത്ര എണ്ണം പറഞ്ഞു, 5 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. മർഡർ, റേപ്പ്, തെഫ്റ്റ്, cheating and assault, ആക്രമണം are some of the examples of the criminal offenses under the law. അപ്പം ക്രിമിനലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതില്ലേ, ഈ നമ്മൾ ചെക്ക് കൊടുത്ത ഓണറുടെ കയ്യിൽ പൈസ ഇല്ലാണ്ട് അദ്ദേഹം മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു സമയത്തേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്കൊക്കെ ഒപ്പിട്ട് കൊടുത്തു. പക്ഷെ ശരിക്കും അതിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് അറിയാം, അതൊരു ക്രൈമായിട്ടാണ്. അതായത് 2 years വരെ തടവ് കിട്ടാൻ പറ്റുന്നൊരു ക്രൈം കേസായിട്ടാണ് കണക്കാക്കൽ കേട്ടോ. അതാണ് അസോൾട്ട്, ആക്രമണം എന്നൊക്കെ പറയുന്നത് അതിൽ പെടും തോന്നുന്നുണ്ട്. കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ടുള്ള ചാപ്റ്ററിൽ ഞാനത് പഠിച്ചതുകൊണ്ട് ആണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം സം എക്സാമ്പിൾസ് ഓഫ്, അപ്പം എന്ത് ചെയ്യണം, എപ്പോഴും ചെക്ക് വെച്ച് ഡീൽ ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ, ഇനി സം ഓഫ് ദി, അതുപോലെ തന്നെ പെനാൾട്ടി അടയ്ക്കേണ്ടി വരും. എങ്ങനെ, ഇതിൻ്റെ ഡബിൾ എമൗണ്ട്, ആ ചെക്കിൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ആ ഒരു എമൗണ്ടും അതിൻ്റോടൊപ്പം തന്നെ സെയിം എമൗണ്ട് ഡബിൾ ആക്കിയിട്ടും എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഇതുണ്ട്. ഓക്കെ, അതാണ് ഈ പറഞ്ഞ എക്സ്ഹോസ്റ്റീവ് പ്രൊസീജിയർ ഫോർ എക്സിക്യൂട്ടിങ് ദ പണിഷ്മെൻറ്റ്സ് ഓഫ് ദ ക്രൈംസ്. പണിഷ്മെൻറ്റ് നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സോ മർഡർ, റേപ്പ്, തെഫ്റ്റ്, ചീറ്റിംഗ് ആണല്ലേ അത്. അസോൾട്ട് അല്ല, ആക്രമണമല്ല, ചീറ്റിങ്ങിലാണ് ഇത് പെടുക. നമ്മൾ ഈ ചെക്ക് കൊടുത്തിട്ട് അതിൽ പൈസ ഇല്ലെങ്കിൽ. Are some examples of the criminal offences under the law. Are some examples of the criminal offences under the law. Offences എന്ന് പറഞ്ഞാൽ എന്താ, some examples of the, ഇപ്പോൾ പറഞ്ഞ some examples ആണെടാ, some examples of the criminal offences under the law. ഈ ലോയിൻ്റെ ഉള്ളിലുള്ള criminal offences. ബൈ ദ ബൈ, വാട്ട് ഈസ് ഒഫെൻസ്? ഒഫെൻസസ് എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളാട്ടോ, കുറ്റങ്ങളെയാണ്. ആ സം ഓഫ് ദ കുറ്റങ്ങൾ, എക്സാമ്പിൾസ് ഓഫ് ദ ക്രിമിനൽ ഒഫെൻസസ്, ക്രിമിനൽ കുറ്റങ്ങളുടെ എക്സാമ്പിൾസ് എന്നാണ് ഉദ്ദേശം. ഓക്കെ, അണ്ടർ ദ ലോ. ഒന്നും കൂടി പറഞ്ഞേ, ഞാൻ അത് കാണാണ്ട് പറയട്ടെ, എന്നിട്ട് നിങ്ങൾ കാണാണ്ട് പറഞ്ഞേ, വീഡിയോ പോസ് ചെയ്തിട്ട്. സോ ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു എന്നറിയോ? Criminal law is defined as the laws pertaining to the violations of the rule of the law or public wrongs and the punishment of the same ആണ്. Isn't it so, right? സെക്കൻഡ് പോയിൻ്റ് ഒന്ന് പറഞ്ഞ എന്നോട്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ the criminal law is governed under the Indian Penal Code 1860 and the Code of Criminal Procedure. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ എന്നാണ് പറയേണ്ടത്, അല്ലാണ്ട് ക്രിമിനൽ ആദ്യം വെക്കാൻ പാടില്ല. അത് എബ്രിവിയേഷനിലാണ് ക്രിമിനൽ എന്ന് ഫസ്റ്റ് എഴുതാൻ പാടുള്ളൂ. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973. ഓക്കെ, പിന്നെ അതിന് ശേഷം പറഞ്ഞത് the Indian Penal Code 1860 defines the crime, its nature and the punishment of the same. ഇനി അതിന് ശേഷം നമ്മൾ പറഞ്ഞു various the Criminal Procedure Code
exhaustive procedure for executing the punishment of the crimes നമ്മൾ പറഞ്ഞില്ലേ. യെസ്, പിന്നെ പറഞ്ഞത് മർഡർ, റേപ്പ്, തെഫ്റ്റ്, ചീറ്റിംഗ്, അസോൾട്ട് ആർ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ദ ക്രിമിനൽ ഒഫൻസസ് അണ്ടർ ദ ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക.